ഇല്ലില്ല, ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അങ്ങനെ ആരോ നേരത്തെ നടത്തിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ആരുടെയാണെന്ന് എനിക്കറിയില്ല. ഏതോ ഒരു കല്യാണത്തിൽ പങ്കെടുത്തിട്ട് ആ കല്യാണത്തിൻ്റെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തതല്ലാതെ പുതുതായിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതായിട്ട് എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അത് നിയമപരമായ നടപടികളല്ലേ അതിൻ്റെ അകത്ത് ആവശ്യം. എനിക്കറിയില്ല. പരാതിക്കാരുടെ ഫോട്ടോ ആണോ എന്ന് എനിക്കറിയില്ല. പരാതിക്കാരി ആരാന്ന് ഞാൻ അന്വേഷിച്ചിട്ടില്ല. എൻ്റെ അടുത്ത് പരാതിയും വന്നിട്ടില്ല. അങ്ങനെ എന്തുണ്ടെങ്കിൽ ലെറ്റ് ദ ലോ ടേക്ക് ഇറ്റ്സ് ഓൺ ആക്ഷൻ. ഇല്ല, എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ഒരു പരാതിയും അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു പരാതി എൻ്റെ അടുത്ത് വന്നിട്ടില്ല. ആലോചിക്കും, പരിശോധിക്കും, അന്വേഷിക്കും, പരിഗണിക്കും. അല്ല, ഞാനീ പറഞ്ഞതിനെ കുറിച്ച് ഇപ്പം നമ്മൾ ചർച്ചയാണെങ്കിൽ ഇതല്ലേ ഫാക്ട്. എന്നോട് സന്ദീപ് വാര്യർ പറഞ്ഞു, അദ്ദേഹം പങ്കെടുത്ത ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോ, പല കല്യാണങ്ങളുടെയും ഫോട്ടോ ഇപ്പം ഞാൻ പങ്കെടുക്കുന്നു. എന്നെ തങ്കപ്പൻ്റെ മകൻ്റെ നിശ്ചയം വിളിച്ചിട്ടുണ്ട് ഡിസംബർ 28-ന്. നിങ്ങളെ എന്നെ വിളിച്ച എൻ്റെ സുഹൃത്തുക്കളെയും കൂടെയാണ് വിളിച്ചേക്കുന്നത്. തങ്കച്ചൻ വിളിച്ചേക്കുന്നത്, തങ്കപ്പൻ വിളിച്ചേക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളെ. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ട് കൂട്ടി പോവാം. അവിടെ ചെല്ലുമ്പോൾ ഒരു ഫോട്ടോ എടുക്കും. ആ ഫോട്ടോ ചിലപ്പോൾ ഞാൻ ഫേസ്ബുക്കിലിടും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലിടും. പിന്നെ അതൊരു കേസായ പിന്നെ എന്താ, അത്രയല്ലേ ഉള്ളൂ. സില്ലി മാറ്റർ. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ എന്തോ ഏതാ ഒരിക്കലും ലളിതവൽക്കരിച്ചിട്ടില്ലല്ലോ. അല്ല, അത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നേരത്തെ തന്നെ. ഒരു വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നത്, യഥാർത്ഥത്തിൽ ബീഹാർ ഇലക്ഷൻ്റെ മുൻപിൽ ഡിജിറ്റൽ സെല്ലിൽ നിന്ന് ഒരു തെറ്റായ ഒരു പോസ്റ്റിംഗ് പോയി. അതപ്പം തന്നെ തിരുത്തി. അത് അന്നത്തെ ചുമതല വഹിച്ചിരുന്നത് ബൽറാമായിരുന്നു, VT ബൽറാമായിരുന്നു. ഇവിടെ പല ആളുകളും അത് ബൽറാമിനെ മറ്റു കാര്യത്തിൽ ശാസിച്ചു, ശിക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു വന്നു. ആ കാര്യത്തിൽ തിരുത്താൻ ബൽറാമിൻ്റെ അറിവോടെ അല്ല വന്നത്, അറിവില്ലാതെ വന്ന ഈ കാര്യം, അറിവില്ലായ്മ എന്നല്ല പറഞ്ഞത്, ബൽറാം നോളജ് ഇല്ലാതെ വന്ന ആ കാര്യം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആവശ്യപ്പെട്ടു, കറക്റ്റ് ചെയ്തു. പക്ഷേ അത് ബൽറാമിനെ ക്രൂശിക്കാനാണെന്ന് വന്നപ്പം അത് ഞങ്ങൾ ക്ലിയർ ചെയ്തു പറഞ്ഞു. ഇപ്പം അദ്ദേഹത്തിൻ്റെ സമയക്കുറവ് കൊണ്ട് പുതിയ ആളെ വെച്ചിട്ടുണ്ട്, ഹൈബീഡൻ്റെ നേതൃത്വത്തിൽ. അതിലെ കറക്ഷൻസ്, അതിൽ ചെറിയ പോരായ്മകളുണ്ടെങ്കിൽ അതിൻ്റെ കറക്ഷൻസ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചോദ്യം വളരെ നല്ല ചോദ്യമാണ്. ആദ്യമേ തന്നെ ഈ വിഷയം വാർത്ത വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാക്കൂട്ടത്തിനോട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചു. പിന്നീട് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്തു. പിന്നീട് അസംബ്ലി കൂടുന്ന സമയമായപ്പോൾ കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് അദ്ദേഹം പുറത്താണ് എന്ന് സ്പീക്കർക്ക് കത്ത് കൊടുത്തു. നിയമസഭ സമ്മേളിക്കുമ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കൂടെയല്ല ഇരുന്നത്, സ്വതന്ത്ര ബ്ലോക്കിലാണ് ഇരുന്നത്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിരുന്നത്. അതിൽ കൂടുതലൊരു ആക്ഷൻ കേരളത്തിലെ ഇപ്പം ബലാത്സംഗ കേസിൽ പ്രതിയായ ആൾ ഭരണകക്ഷി MLA ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പേരിൽ എന്ത് ആക്ഷൻ എടുത്തു എന്നും കൂടി വ്യക്തമാക്കിയാൽ നമുക്ക് ആ കാര്യത്തിലേക്ക് കൂടുതലായിട്ട് ചർച്ചയിലേക്ക് പോകാം. ഇല്ലില്ല, പരാതി ഉണ്ടല്ലോ. പരാതി വാർത്ത വരുമ്പം തന്നെ, അതാണ് ഞങ്ങളുടെ പ്രത്യേകത. പരാതി വരുന്നതിന് മുമ്പ് തന്നെ വാർത്ത വന്നപ്പോൾ തന്നെ നടപടിയെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. പരാതി ഞങ്ങൾക്കല്ലോ, പരാതി പോലീസിനല്ലേ, അല്ലെങ്കിൽ പരാതി പോലീസിനല്ലോ, പരാതി മുഖ്യമന്ത്രിക്കല്ലേ. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ നിയമത്തിൻ്റെ വഴി സ്വീകരിക്കട്ടെ എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ.